തീർത്ഥരാജനായ പ്രയാഗ്. ഇവിടെ പുഴയാകുന്നതും മരമാകുന്നതും മാധവനാണ്. എന്നാൽ ഇവിടെ ആത്മജ്ഞാനത്തിന്റെ പ്രകാശം ചൊരിയുന്നത് മഹാദേവനും. ഉള്ളിലെ ആത്മശക്തിയാകുന്ന ഭഗവതിയില്ല എങ്കിൽ ഇതൊന്നും അറിയുവാൻ നമുക്ക് പ്രാപ്തിയില്ലാതെ പോകും. കുംഭമേളയിൽ ഗംഗയുടെ നദീതീരത്ത് തന്നെ 3 രാത്രികളും 4 പകലുകളും ചിലവഴിച്ചപ്പോൾ അറിയുവാനായത് ഒരുപാട് ആത്മാനുഭവങ്ങളെയാണ്, ആത്മസന്തോഷത്തിന്റെ, ആത്മഹർഷത്തിന്റെ നിമിഷങ്ങളെയാണ്. അതിന് കാരണമായത് സ്വാമി സംവേദാനന്ദജിയാണ്. അദ്ദേഹമാണ് കുംഭമേള ഭൂമിയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത്. മാത്രമല്ല, അഖാഡകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതും അദ്ദേഹത്തിലൂടെ തന്നെ. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. കുംഭമേളയുടെ ആരവങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ രാത്രി അർദ്ധരാത്രിയോട് അടുക്കുകയാണ്. മേളപ്പറമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അർദ്ധരാത്രി ആയാലും ഉറങ്ങാൻ നടക്കുന്ന ഒരാളെ കാണാം നമുക്ക്. സ്വാമി സംവേദാനന്ദജി. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മേളയുടെ മുഴുവൻ മഹന്ത് ആണല്ലേ? മെഹന്ത് അല്ല, മേളയുടെ നമ്മുടെ അഖാഡയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിലാണ്. അത് വലിയ കാര്യമുള്ള കാര്യമാണ്. ഇവിടെ ഇങ്ങനെ 100 കണക്കിന് മഹന്തുക്കളും 100 കണക്കിന് മണ്ഡലേശ്വരന്മാര് അല്ല, ഒരു പക്ഷെ അതെ അങ്ങനെ തന്നെ ഒത്തിരി ആൾക്കാർ. അതെ, അദ്ദേഹം ഒന്നും അങ്ങനെ പറയാൻ സമ്മതിക്കില്ല. അല്ല, അങ്ങനെയല്ല. നമ്മളുടെ അഖാഡയില് ഇപ്പൊ പിന്നെ അഖാഡയില് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സഹായിച്ചു നടക്കുന്നു. അതാണ് നമ്മുടെ കിന്നർ അഖാഡയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ളത്. അവിടെ ഒരുപാട് പദ്ധതികൾ, വൃക്ഷകുംഭ, അതായത് കുംഭമേളയോടനുബന്ധിച്ച് 11 ലക്ഷത്തോളം ഔഷധ സസ്യങ്ങൾ സൗജന്യമായിട്ട് നൽകുന്ന ഒരു പദ്ധതി, അങ്ങനെ അതുണ്ട്. പിന്നെ അല്ലാതെ ഇവിടെ കേരളത്തിലെ ആയുർവേദം ഇവിടെ അതിന്റെ ഒരു ക്യാമ്പുണ്ട്. അതെ, ഇതെല്ലാം അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട്. ഇവിടെ വരുന്ന മലയാളികൾക്കെല്ലാം അദ്ദേഹത്തിന് നന്നായി, മലയാളികൾക്ക് നല്ല കേട്ടോ, എല്ലാവർക്കും അറിയാം, എന്നാലും മലയാളികൾക്ക് കൂടുതലായിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് സഹായം, താമസത്തിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും, ഞങ്ങളിവിടെ വന്ന് താമസം, അതുപോലെ സ്നാനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നോക്കിയത്. സ്വാമിക്ക് അതൊന്നും പറയുന്ന ഇഷ്ടമല്ല, വളരെ നിർബന്ധിച്ചാണ് ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതാണ്. പറഞ്ഞുവല്ലോ, അർദ്ധരാത്രി ആയാലും സ്വാമി നമുക്ക് ഇപ്പോൾ 12 മണി, ഞങ്ങളിപ്പോൾ 3 ദിവസമായിട്ട് രാത്രി 12 മണി 1 മണിക്കൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് മേളപ്പറമ്പിലൂടെ. അപ്പോഴൊക്കെ അദ്ദേഹവും ഉണ്ട് ഇവിടെ. രാവിലെ നമ്മൾ വീണ്ടും വെളുപ്പിന് നോക്കി കഴിഞ്ഞാൽ അപ്പോഴും അദ്ദേഹം ഇവിടെ ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് നടക്കുന്ന കാണാം. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം വളരെ വളരെ അങ്ങനെ വിനയത്തോടു കൂടിയിട്ടാണ് കാര്യങ്ങൾ പറയുക. എങ്കിലും 14 ഇൻ്റർനാഷണൽ അവാർഡ് ഉൾപ്പെടെ സിനിമ രംഗം ഉൾപ്പെടെയുള്ള പല മേഖലകളിൽ ഒരു തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൂടിയാണ് ശ്രീ സംവേദ് സ്വാമി. എങ്ങനെയാണ് ഒരു സന്യാസി ആയിരിക്കുകയും സന്യാസം സ്വീകരിക്കുകയും ചെയ്തു, എന്നാൽ അതേസമയം അങ്ങ് ഈ ഒരു സിനിമയുടെ മേഖല രണ്ടും തമ്മിൽ അങ്ങോട്ട് ചേരാത്തൊരു ഘട്ടമാണല്ലോ. എന്നിട്ട് അതിലെങ്ങനെയാണ് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണേ? അല്ല, അത് ശരിക്കും സിനിമ ചെയ്യാൻ വേണ്ടി സിനിമ ചെയ്യാനൊന്നുമല്ല. എനിക്കൊരു പ്രൊപ്പഗണ്ട ഉണ്ടായിരുന്നു. പ്രൊപ്പഗണ്ട എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ത്യയിലെ എല്ലാ കോളേജുകളും സ്കൂളുകളിലും സഞ്ചരിച്ച് എൻവയറമെൻ്റൽ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് എല്ലായിടത്തും കുട്ടികളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അവിടെ നമ്മൾ പോകുന്ന ചടങ്ങുകളിലൊക്കെ എപ്പോഴും പലപ്പോഴൊക്കെ സിനിമ നടന്മാരോ ഡയറക്ടർമാരോ ഒക്കെ വരുമ്പോഴേക്ക് ആ ഇതിന് സദസ്സ് ഭയങ്കര ഗംഭീരമാകുകയും ആൾക്കാരൊക്കെ അതിലേക്ക് വളരെ അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ, കുട്ടികൾക്ക് ഏറ്റവും ന്യൂ മീഡിയം എന്നുള്ള നിലയിൽ സിനിമയാണ് അവർക്ക് ഏറ്റവും മനസ്സിലാവുന്നൊരു സാധനം, അല്ലെങ്കിൽ അവരേറ്റവും അവരുടെ സമീപസ്ഥമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് സിനിമ പോലത്തെ കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പം എനിക്കൊരു പ്രൊപ്പഗണ്ട ഉണ്ട്. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു എൻവയറമെൻ്റൽ സംബന്ധമായിട്ടൊരു മൂവി എടുക്കണമെന്ന് കരുതി. അപ്പോൾ അത് ആദ്യം ഒരു ഷോർട്ട് ഫിലിമായിട്ട് എടുക്കണമെന്ന് കരുതി. അതൊരു ഫീച്ചർ ഫിലിമായി. അതിന് മികച്ച കുട്ടികളുടെ ചിത്രം ഉൾപ്പെടെ 3 സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. നാനി അത് അങ്ങനെ കുറച്ച് അവാർഡ് ഇത് കിട്ടി. അപ്പോൾ അതൊരു സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പ്രൊപ്പഗണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സിനിമ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ പല ഭാഷയിലാണ്, അത് നമുക്ക് എവിടെയും കൂടെ കാണിക്കാം. ഇനി സിനിമ എടുത്ത ആളുന്ന നിലയിൽ തന്നെ കുട്ടികൾക്ക് കുറച്ചുകൂടി കൗതുകം ഉണ്ടാകും. അപ്പോൾ നമുക്ക് പറയേണ്ട കാര്യത്തിന് അട്രാക്ഷൻ കുറച്ചുകൂടി കൂടുതൽ കിട്ടും. മറ്റേത് പരിപാടിക്ക് ഇപ്പം ഞാനൊരു സ്വാമിയായിട്ട് ചെന്നിട്ട് ഒരു സ്കൂളിൽ ചെന്ന് പറഞ്ഞാൽ പരമാവധി അത് കേൾക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന പിന്നെ അതിനൊരു പൊതു സ്വീകാര്യത എന്ന് വെച്ചാൽ പലതരത്തിലുള്ള സംഭവമുണ്ട്. പൊതു സ്വീകാര്യത എന്ന് പറയുന്നത് പൊതുവിടം, പ്രത്യേകിച്ച് ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേൾക്കാനായിട്ട് ഒരു സ്വാമി സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ മറ്റാരും സംസാരിച്ചൊരു പതിവ് ഇതാണ്. നേരെ വെച്ചൊരു സിനിമയായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ പറയുമ്പോഴേക്കും അവർ കുറച്ചുകൂടിയൊക്കെ
അതിന് മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് ഇപ്പം അതായതുകൊണ്ട് ആൾക്കാർക്ക് അതിനെ ഇഷ്ടമാണ്. അപ്പം ഞാൻ അവരുടെ ഒരു പോപ്പുലാരിറ്റി എന്ന് പറയുന്ന മാധ്യമത്തെ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സിനിമ ചെയ്യുന്നത്. എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. അതിലൊരിക്കലും ഈ സിനിമ എന്ന് പറഞ്ഞൊരു മായിക ലോകമായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പോൾ എടുക്കുന്ന ഡോക്യുമെൻ്ററികളുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫിരിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് എടുത്തൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. അത് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സ്പിരിച്വൽ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ഞാൻ അതും കൂടി ചോദിക്കണം എന്ന് കരുതി. കാരണം വെച്ചാൽ കിന്നറഖാഡ എന്ന് പറയുന്നത് ശരിക്കും കിന്നരന്മാർ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ എപ്പോഴും സമൂഹത്തിൽ മാറ്റി നിർത്തുന്ന ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്ത് മാറ്റി നിർത്തുകയും ഇന്നാൽ സമൂഹം അംഗീകരിക്കപ്പെടുകയും ചെയ്തത് സമൂഹം അംഗീകരിക്കാൻ തുടങ്ങുന്ന, എന്നാലും പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു വിഭാഗമാണ്. അവരുടെ മനസ്സ്, അവരുടെ ആത്മാവ് എങ്ങനെയാണ്, അവരുടെ ആത്മീയത എന്താണ്, അവരുടെ ഫിലോസഫി എന്താണ് തുടങ്ങിയുള്ളതൊന്നും ആരും വിഷയമാക്കിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കിന്നറഖാഡ, ഇവിടെ കുംഭമേളയിൽ കിന്നറഖാഡ നടക്കുമ്പോൾ അതിൻ്റെ ഒരു മേൽനോട്ടം അങ്ങ് വഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് ഈ ഒരു കിന്നറഖാഡയുടെ നൃത്തം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ അങ്ങയുടെ ശ്രദ്ധ വരുന്നത് എങ്ങനെയാണ്? അല്ല, അത് നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് വളരെ ബന്ധമുണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങൾ നമ്മൾ പല ഇടങ്ങളിലൂടെ ഇടപെടാറുണ്ടായിരുന്നു. പിന്നെ അതിനൊരു പ്രമുഖ ഇത് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കുംഭമേളയ്ക്ക് ഞാനിവിടെ ഉള്ള സമയത്ത് തന്നെ 15 ഉജ്ജയിനിൽ കുംഭമേളയ്ക്ക് നമ്മൾ അവിടെ ഉള്ള സമയത്താണ് ഇവരുടെ ആദ്യമായിട്ട് ഒരു ഇതുണ്ടാവുന്നത്, പ്രൊസഷൻ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 19 കുംഭമേളയ്ക്കാണ് നമ്മൾ ഇവരെ ശരിക്കും വാച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അവരുടെ സ്ട്രഗിളിങ്സ്, അവരുടെ ഉന്നമനം, അവർ പിടിച്ചെടുക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ആരും അവർക്ക് കൊടുത്തതല്ല, അവർ തിരികെ പിടിച്ചതാണ്. അവരിവിടെ ഉണ്ടായിരുന്നു, അവരിപ്പോഴും ഇവിടെ ഉണ്ട്, നാളെ ഇവിടെ ഉണ്ടാകും എന്നുള്ള തരത്തിൽ അവർ പിടിച്ചെടുത്താണ്. അല്ലാതെ വെറുതെ ആരും ഒരു സന്യാസ സമൂഹമോ, അപ്പം ഞാൻ പറയുമ്പോൾ പോലും പറയുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ഒരു മതവും ട്രാൻസ്ജെൻഡേഴ്സിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഒരു വിശുദ്ധ ഗ്രന്ഥവും, ഇസ്ലാം മതമാവട്ടെ ക്രിസ്തു മതമാവട്ടെ മറ്റ് സെമറ്റിക് മതങ്ങൾ, ഒരാളും ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നൊരു ആൾക്കാരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അവരുടെ ജീവിതം എന്താ ആയിരിക്കണം അതിനെ കുറിച്ചിട്ട് അഡ്രസ്സ്. പക്ഷേ നമുക്കിപ്പോൾ രാമായണത്തിലാവട്ടെ, മഹാഭാരതത്തിലാവട്ടെ, ഭാഗവത്തിലാവട്ടെ, നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും യക്ഷ കിന്നര ഗന്ധർവ അപ്സരസോഗണം എന്ന് പറഞ്ഞൊരു വാചകം എല്ലാ മുട്ടിനും എന്ന് പറഞ്ഞ പോലെ വരുന്നുണ്ട്. അതിൽ കിന്നരന്മാരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഇതേ കിന്നരന്മാർ അവരുടെ ഒരു വംശാവലി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവർ പണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഗർഭഗൃഹത്തിൽ നൃത്തം സമർപ്പയാമി എന്ന് പറയുമ്പോൾ നൃത്തം ചെയ്യുന്ന ആൾക്കാർ, നാട്യം സമർപ്പയാമി എന്ന് പറയുമ്പോൾ അതാണ് നൃത്തം സമർപ്പയാമി, ഗീതം സമർപ്പയാമി, നാട്യം സമർപ്പയാമി, ഛത്രം ചാമരാതി, സർവോപചാരം സമർപ്പയാമി എന്ന് പറയുമ്പോൾ ആ സമയത്ത് ആ സ്പോട്ടിൽ അത് അവതരിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു, അല്ലാതെ അവർ മോശക്കാരല്ലായിരുന്നു. പിൽക്കാലത്താണ് അത് ഇപ്പോൾ മുഗളന്മാരുടെ അധിനിവേശത്തോടു കൂടിയാണ് സ്വാഭാവികമായിട്ടും കിന്നരന്മാരെ ഗർഭഗൃഹത്തിൽ നിന്ന് എടുത്ത് വെളികളഞ്ഞത്. അതുവരേക്കും അവർക്കിവിടെ ഏറ്റവും ഉപദേവതയുടെ സ്ഥാനത്താണ്, അല്ല ചെറിയ സ്ഥാനമല്ല, ഉപദേവതയുടെ സ്ഥാനം തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. മുഗളന്മാർ വന്നതിന് ശേഷം പിന്നെ അവരുടെ സ്ത്രീകളുടെ സംരക്ഷണത്തിനായിട്ട് കുറച്ച് പേരെ നിർത്തിയെന്നാണ്. ബാക്കി മുഴുവൻ ഇവർ വേശ്യാവൃത്തി, കാരണം ബഹിഷ്കൃതരായി. ആണുമല്ല പെണ്ണുമല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇവർ ബഹിഷ്കൃതരായി. കാരണം അവരുടെ മതം, ഇവിടെ വന്നു കയറിയ മതങ്ങളിൽ കിന്നരന്മാരെന്ന് പറയുന്നത് ഒന്നിനും കൊള്ളില്ലാത്ത ആൾക്കാരായിരുന്നു. അതാണല്ലോ മറ്റു സ്ഥലങ്ങളിലുണ്ടായിരുന്നത്. അതിലാണ് ഇവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന സമൂഹത്തിൽ ഇവർക്ക് ഉണ്ടാകുന്ന അതപ്പം തന്നെ സംഭവിക്കുന്നത്. പിന്നീട് ഇവർക്ക് ഇപ്പോഴാണ് 2014 ഒരു അസ്തിത്വം കിട്ടുന്നത്, ഇന്ത്യൻ സിറ്റിസൺ ആവുന്നതെന്നുള്ളൊരു ഇത് കിട്ടുന്നത് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റിലൂടെയാണ്. അത് ഡോക്ടർ ലക്ഷ്മി നാരായണ ത്രിപാഠി, ആചാര്യ മഹാമണ്ഡലേശ്വർ അവരുടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു വിധി ഉണ്ടാകുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇവരുടെ സ്വതവേ ഇവിടെ കിന്നരന്മാർക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. ഹിജഡ എന്ന് മാത്രം നമ്മൾ കേട്ടിട്ടുണ്ടാകും, കിന്നരൻ എന്ന വാചകം കേട്ടില്ല. അതെന്താ സംഭവം? അത് തന്നെ ഇതിൻ്റെ ഒരു കുഴപ്പം. ഹിജഡ എന്ന് പറഞ്ഞ വാക്ക് ഉണ്ടാകുന്നത് തന്നെ അതൊരു പേർഷ്യൻ വാചകമാണ്, അല്ലെങ്കിൽ ഒരു ഹിന്ദി ഹിജഡ എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാകുന്നത് തന്നെ അത് നമുക്കിവിടെ ഉണ്ടായിരുന്ന കിന്നരന്മാരെന്ന് തന്നെയായിരുന്നു. ഹിന്ദു മതത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഇന്ത്യൻ കൾച്ചറിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ കിന്നരന്മാരെന്ന് തന്നെ വിളിച്ചിരുന്നത്. ഹിജഡകൾ എന്ന് പറയുന്നൊരു സംസ്കാരം ഉപയോഗിക്കുന്ന അവർ ഇവർക്കുള്ളൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ആരും എടുക്കുന്നില്ല. വീട്ടിൽ നിന്ന് ബഹിഷ്കൃതരാകുന്നു, സൊസൈറ്റിയിൽ നിന്ന് ബഹിഷ്കൃതരാകുന്നു. ഇവർ മരിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇന്നും ഒരു വലിയ ഭൂരിപക്ഷം ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ മരിച്ചു കഴിയുമ്പോഴേക്ക് രാത്രി സമയത്ത് പുരുഷൻ്റെ വസ്ത്രം ഇതൊക്കെ ധരിപ്പിച്ചിട്ട് പള്ളികളിൽ കൊണ്ടുപോയിട്ട് ശവമടക്കാണ് നടത്തുന്നത്. അത് ചെരുപ്പിട്ട് മുഖത്തൊക്കെ അടിച്ചിട്ടൊക്കെ കൊണ്ടുപോവുക, രണ്ടാമത് ജന്മം വരരുതെന്ന് കരുതിയിട്ട്. അങ്ങനെ വളരെ പ്രാകൃതം എന്ന തരത്തിലുള്ളൊരു സംഭവമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ
ഈ അഖാഡകൾ ഇവരെ ഏറ്റെടുത്തോടുകൂടി അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ടൊരു അസ്തിത്വം ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ഇവർക്ക് ഒരു ഹിന്ദു മതത്തിൻ്റെ എന്ന നിലയിൽ ഇപ്പോൾ ആത്മീയപരമായിട്ടാണ് അവർ നിൽക്കുന്നത്, അവർ സന്യാസിമാരായിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് കിട്ടുന്ന ബഹുമാനം ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ കിട്ടുന്നതിന് തത്തുല്യമെന്ന് കുറച്ചു, കാരണം ഇവർക്ക് കുറേ കൂടി പവർ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാം. ഇവിടുത്തെ ജനങ്ങൾ ഇവർ എന്ന് വെച്ചാൽ ഇരിക്കുന്ന അവരവരുടെ ജീവിതം ജീവിക്കുന്ന ആൾക്കാരാണ്. അവർ ആധ്യാത്മികം ഇങ്ങനെ വെളുപ്പിന് എഴുന്നേറ്റ് അങ്ങനെയൊന്നുമല്ല. അവർ രാത്രി നൃത്തം ചെയ്യും, അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ജീവിക്കുന്ന സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവിടെ ഇരിക്കുമ്പോൾ പോലും അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ശക്തിയുണ്ട്. ഇവിടുത്തെ മനുഷ്യരെ അവർ അങ്ങനെ അംഗീകരിക്കുന്നത്. ഈ വരുന്ന ജനങ്ങളെ സംബന്ധിച്ചിട്ട് നമുക്ക് ഇപ്പോഴും കാണാം, ഇതിൻ്റെ എല്ലാ വിഷയങ്ങളും കാണാം. ആൾക്കാർ വന്ന് തൊഴുതു പോകുന്നതെന്ന് വെച്ചാൽ അത് അവരുടെ ഒരു നിഷ്ഠയുടെ, അവരുടെ ഒരു ഭക്തിയുടെ അവരിതിനെ. അപ്പോൾ ആ ഒരു തലത്തിൽ പോലും കിന്നരന്മാർക്ക്, അത് ട്രാൻസ്ജെൻഡേഴ്സിന് കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അൺബിലീവബിൾ ഓർ അൺഇമാജിനബിൾ ആണ്. കാരണം ഒരു തരത്തിലും നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇത്ര ബഹുമാനത്തോടു കൂടി ഇവരുടെ കാലിൽ തൊട്ട് തൊഴുത് ഇവരുടെ, അല്ലാതെ വെറുതെ വരുന്നതല്ല, അവർ അത്രയും വിഷമങ്ങൾ. ഞാനിപ്പോൾ ഇവരൊപ്പം നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം, ഇവരോട് വന്ന് എല്ലാവരും അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് അനുഗ്രഹം മേടിച്ച് പോകുന്ന തരത്തിലേക്ക് അവർ ഒരു മുഖ്യധാരയിലേക്ക് വരിക എന്ന് പറയുന്നത് തീരെ ചെറിയൊരു സംഭവമല്ല. അതൊരു ശരിക്കും പറഞ്ഞൊരു വിപ്ലവം തന്നെയാണ്. ഒരു നിശബ്ദമായിട്ട് പോകുന്ന ഒരു വിപ്ലവമായിട്ട് തന്നെ നമുക്ക് കരുതാം. ഏതായാലും അത് ആദ്യം അത് എങ്ങനെയാണ് എന്നൊക്കെ ഒരു മനസ്സിന് ആദ്യം വന്ന് കയറുമ്പോൾ, കിണറക്കാട്ടിൽ കയറുമ്പോൾ ഇതെന്താണ് എന്ന് ആദ്യം കുറച്ചു നേരം ആശങ്കയാണ് ഉണ്ടായത്. എന്താണ് കുംഭമേളയിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ. പക്ഷെ പതിയെ പതിയെ ഓരോന്നായി മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത്. അല്ലെങ്കിൽ ആ ഓരോ കുംഭമേളയും സംഭവിക്കുന്ന എന്തിനാണോ അതിൽ ഒരു പങ്ക് ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾക്ക് കൂടി വേണം എന്ന് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഈ വെച്ചാൽ രാമായണത്തില്, അത് വെച്ചാൽ തുളസി രാമായണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദേവധനുജ നര കിന്നര ശ്രീനി എന്ന് വെച്ചാൽ പ്രയാഗിലെ സംഘത്തില് സ്നാനം ചെയ്യാനായിട്ട് ദേവന്മാര്, ധനുജന്മാര്, കിന്നരന്മാര്, മനുഷ്യന്മാർ, ശ്രീനി മനുഷ്യന്മാർ, ഇവരെല്ലാവരും ഒരുമിച്ച് വരും എന്നാ പറയുന്നത്. അപ്പോഴും കിന്നരന്മാരുണ്ട്. ഈ കുംഭമേളയിൽ കിന്നരന്മാരെന്ന് പറയുന്നത് രാമായണത്തിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാരണം. അല്ലാതെ വെച്ചാൽ പ്രയാഗിനെ കുറിച്ചിട്ട്, പ്രയാഗ് പ്രഥമ യജ്ഞം നടന്ന സ്ഥലമാണ് പ്രയാഗ്, ആദ്യത്തെ യജ്ഞം ഉണ്ടായ സ്ഥലമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇവർ വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതം അവരുടെ ഒരു പോയ പദവികൾ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് തീരെ ചെറിയ കാര്യമല്ല എന്നാണ്. പിന്നെ ആത്മീയതയ്ക്ക് പലതരം പിരിവുകളുണ്ടല്ലോ, തിരുമുഖങ്ങളുള്ള ഇതാണ്. ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് ഇന്ത്യയിലെ എല്ലാ സമ്പ്രദായങ്ങളും കാണാം. വിശ്വാസമുള്ള ആൾക്കാരെ കാണാം, എന്നുവെച്ചാൽ ദൈവത്തെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ദൈവത്തെക്കുറിച്ചൊന്നും സംസാരിക്കാത്ത ആൾക്കാരെയും കാണാം. 6 പേര് ദൈവം ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരും 6 പേര് ദൈവത്തെക്കുറിച്ച് നിശബ്ദരായിട്ടുള്ള ആൾക്കാരുമാണ്. ഈ എല്ലാവരും ഇവിടെ ഉണ്ട്. അവരുടേതായിട്ടുള്ള ശാസ്ത്രാർത്ഥങ്ങൾ, പണ്ട് ശാസ്ത്രാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ടോക്കുകൾ നടക്കുന്നുണ്ടാകും. ബുദ്ധന്മാരുണ്ട്, ജൈനന്മാരുണ്ട്. ഇവരാരും ദൈവത്തെക്കുറിച്ച് പറയാത്ത ആൾക്കാരെല്ലാവരും ഇതിനകത്തുണ്ട്. ദൈവത്തെക്കുറിച്ച് ഫുള്ള് വർണ്ണിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഈ രാത്രി പോലും എപ്പോഴും എല്ലായിടത്തും ഹരേരാമ മന്ത്രങ്ങൾ അല്ലെങ്കിൽ സീതാറാം മന്ത്രങ്ങൾ എല്ലാം ഓരോ സെക്റ്റാണ്. അത് നമ്മൾ വിചാരിക്കുന്ന ഈ കാഷായിട്ട സന്യാസിമാരല്ല ഇവിടെ കൂടുതൽ. ഇവിടെ വെളുത്ത വസ്ത്രം ധരിക്കുന്ന ബൈരാഗികളായിരിക്കാം ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. കാരണം ഈ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒറ്റടിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മളുടെ ദശരാമ്യ സന്യാസികളെക്കാൾ കൂടുതൽ മറ്റ് സന്യാസി സമൂഹങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് മാത്രമാണ്. മോക്ഷ, journey to the self.